ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇന്നലത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞോണ്ടേ 12 മണിയാകാറായി. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇപ്പം ഈ പൂജയൊക്കെ നടക്കുക. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് വീഡിയോ എഡിറ്റ് ചെയ്തിടട്ടെ. പിന്നെ സൗണ്ട് ആയാൽ പിന്നെ എനിക്ക് ഒട്ടും ഒക്കത്തില്ല. പിന്നെ തീരുന്നിടം വരെ ഇരിക്കേണ്ടി വരും. ബ്രേസിനെ പിടിച്ച് കിടത്തണം. അതുകൊണ്ടൊക്കെ എളുപ്പം അങ്ങ് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ അത് കുമിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലൂടെ വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെ അത് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട്. അന്നേരം ഞാൻ ഇന്നലെ രാത്രി എല്ലാ ജോലികളും കഴിഞ്ഞ് കിടക്കാൻ പോകാറാണ് ഉരുളൻകിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഞാൻ അത് ആ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി വെളിയിൽ വെച്ചിരുന്നു. ഇപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെന്നെടുക്കട്ടെ. ഉരുളൻകിഴങ്ങ് കറിയാണ് വെക്കുന്നത്. പിന്നെ മുട്ടയിടുന്നില്ല, ഉരുളൻകിഴങ്ങ് മാത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കറിക്ക് കൊഴുപ്പ് കൂടാൻ ഞാനൊരു കാര്യം ചേർത്തായിരുന്നല്ലേ, അത് ആരൊക്കെ ശ്രദ്ധിച്ചു, ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും വന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അത് കണ്ടില്ലായിരുന്നോ, സ്കിപ്പ് ചെയ്ത് പോയാന്നോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സവാളയൊന്ന് മുട്ടക്കറിക്ക് വഴറ്റിയായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചായിരുന്നു. എനിക്ക് ഈ കറി വെക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വഴറ്റിയതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഞാൻ അതും പച്ചമുളക് ഇപ്പോഴാണ് ചേർത്തത്. പച്ചമുളക് കൂടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടെ ഇട്ട് ഒന്നുകൂടെ ഇച്ചിരി അതൊന്ന് പച്ചമുളക് ഒന്ന് വാടാൻ വേണ്ടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ചേർക്കുന്നില്ല, എരിവിനോടുള്ള പച്ചമുളക് അതാണ് ഞാൻ ചേർത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടിയത്. അപ്പോൾ ഈ അപ്പമൊക്കെ ആകുമ്പോൾ ഒത്തിരി എരിവൊന്നും വേണ്ടല്ലേ. അപ്പോൾ അതനുസരിച്ച് ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഇച്ചിരി ഒരു അരമുറി തേങ്ങയില്ല, അതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ കുറവ് തേങ്ങ ഒന്ന് അരച്ച് ഒരു ഏലക്കയും ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ അരച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനൊരു സെയിം ഇൻഗ്രീഡിയൻസ് വേറൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പോകുന്നവർ കാണുക. ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അതായത് നമ്മുടെ മക്രോണി പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുകൂടെ ഇതിൻ്റെ അകത്ത് ഈ സമയത്തിട്ട് അങ്ങ് വേവട്ടെ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചല്ലേ, അപ്പം അതൊന്ന് വേവട്ടെ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയ തീയിൽ അതൊന്ന് തിളച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ അത് വേകട്ടെ. നമ്മുടെ ആ മക്രോണിയുടെ പൊടിച്ചല്ലേ ചേർത്തത്, അതുകൊണ്ട് അത് വെന്ത് നല്ല കുറുകി വരുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നവർക്ക് അത് അരച്ച് ചേർക്കാം. ഞാനിപ്പം കാഷ്യൂനട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് അരച്ച് ചേർത്തത്. പിന്നെ ഇതിലോട്ട് ഇനി ഞാനൊരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് തിളച്ച് അവിടെ കിടക്കുക. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെന്തതാ, എന്നാലും അതൊന്ന് വെന്ത് ചിലതൊക്കെ വേണമെങ്കിൽ ഉടച്ചു കൊടുക്കുമ്പോൾ കുറേയും കൂടി ഒരു കറിക്കൊരു തിക്നെസ് കിട്ടും. അപ്പം ഗരം മസാലയും കൂടെ കൊടുത്ത് എന്നിട്ട് ഒന്ന് അടച്ചവിടെ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടെ ചേർക്കേ. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ 2 ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2 അപ്പച്ചട്ടി ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ഒരു ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കത്തില്ല. ഇതെല്ലാം അങ്ങനെ പതുക്കെ വെന്ത് വരാനായിട്ട്. നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിൾ സമയം ഇതിനാവും. അതുകൊണ്ട് 2 വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 2 ഇല്ലെങ്കിലും ഇല്ലാത്തവരും ഉണ്ടാക്കിയെടുക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഉള്ളത് കൊണ്ട് ഞാൻ 2 ചട്ടി വെച്ച് എളുപ്പം അങ്ങ് ഉണ്ടാക്കും. പക്ഷേ 2 വെക്കുന്നുള്ളതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാനൊക്കത്തില്ല.
ഒരെണ്ണം ആകുമ്പോഴായിരിക്കും മറ്റേത് പെട്ടെന്നാവുന്നത്. ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ മറ്റേത് പെട്ടെന്നാവും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മാവ് ഒഴിച്ചിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സമയം കാണുമല്ലേ. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലല്ലേ ഇടുന്നത്, അതുകൊണ്ട്. അപ്പം ഞാൻ ഇത് വെന്തോന്ന് ഇങ്ങനെ തപ്പി നോക്കും, ഇങ്ങനെ തൊട്ട് നോക്കും മാവ് കയ്യിൽ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിങ്ങനെ അപ്പവും കറിയുമാ കഴിക്കുമെന്നൊന്ന് വെച്ച്. അപ്പോൾ അവന് ഇച്ചിരി 9:30 കഴിഞ്ഞിട്ട് പോയാലും മതിയായിരുന്നു. അല്ല, 9:30 ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് പപ്പായുടെ കൂടെ പോവുകയാണെങ്കിൽ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവന് കഴിക്കാനുള്ളത് രാവിലെ അങ്ങ് കൊടുക്കുക. അവന് പെട്ടെന്ന് കഴിച്ചിട്ട്, അവൻ പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് പോകുന്നുണ്ടെന്ന്. അങ്ങനെ അവനുള്ളത് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പം ഞാനൊന്ന് കാണിക്കാം. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അതാണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് വരാൻ അതിന് ബുദ്ധിമുട്ട്. അപ്പം നല്ല അപ്പമായിരുന്നു. വൈകുന്നേരം ഞാനത് ഓരോ പ്രാവശ്യം ഞാൻ ഈ അപ്പം ഉണ്ടാക്കി പല മെത്തേഡിൽ ഞാൻ ചെയ്യുവേ. എന്നിട്ട് ഞാൻ ഒരെണ്ണം സാമ്പിൾ വെച്ചേക്കും വൈകുന്നേരം വരെ എങ്ങനെ ഉണ്ടെന്നറിയാൻ, സോഫ്റ്റാണോ എങ്ങനെയാണെന്നുള്ളത്. ഇത് വൈകുന്നേരം വരെയും സോഫ്റ്റായിട്ടിരിക്കുമായിരുന്നു. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് പ്രോൺസ് തോരനാണ് വെക്കുന്നത്. ഇവിടെ റീച്ചാന് പ്രോൺസ് ഇഷ്ടമാണ്. അന്നേരം റീച്ചാൻ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇച്ചിരി പ്രോൺസ് വാങ്ങിച്ചായിരുന്നു നേരത്തെ. അപ്പോൾ അത് ഞാൻ അതിന് തോരൻ വെക്കാമെന്ന് വെച്ചു. ഇവിടെ പോളിത് തിന്നത്തില്ല, അവനിഷ്ടമല്ല. കൊച്ചത് എന്തോ ഇപ്രാവശ്യത്തെ ഇഷ്ടമായി കഴിച്ചു. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ, സവാള, ഞാൻ കൊച്ചു ജാറിലാണ് ഉപയോഗിച്ചത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ചതച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടതേ. അതിൻ്റെ അകത്ത് ആ അരപ്പിൻ്റെ അകത്ത് ചതയ്ക്കാൻ നേരം 2 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടാണ് ചതച്ചത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും പച്ചമുളക് കീറിയതും പുളിയും ചേർത്തിട്ടുണ്ട്. ഞാനങ്ങനെ പ്രോൺസ് അങ്ങനെ തോരനോ, എനിക്ക് തീയലും ഒക്കെ ഇഷ്ടമാണ്. തീയലിവിടെ റീച്ചാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് റീച്ചാൻ ഒന്നീ വറുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ തോരൻ വെക്കുന്ന ഇഷ്ടം. വറക്കാനാണെങ്കിൽ വറുത്താൽ അതൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാനൊരു തോരനാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെവിടി ഉപ്പെല്ലാം ചേർത്ത് ഇച്ചിരി ഉലുവാപ്പൊടി എല്ലാം സെയിം മറ്റേത് ചെയ്യുന്നത് പോലെ. ഞാൻ ഇതിന് മറ്റേ തോരന് ഞാൻ കുരുമുളക് പൊടി ചേർക്കാറില്ല. എനിക്കറിയത്തില്ല, ഇത് ഞാനങ്ങനെ തോരൻ വെച്ചിട്ടില്ലല്ലേ. അപ്പം ഞാനൊരിച്ചിരി എൻ്റെ ഐഡിയയിൽ ഒരു ഇച്ചിരി പ്രോൺസിനൊരിത്തിരി പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ. അതുകൊണ്ട് അത് ചിലർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് പക്ഷേ അതിനോട് അത്ര ഇതില്ല. അതുകൊണ്ട് ഞാൻ അതിലൊരിച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പ്രോൺസ് കൂടി ഇട്ട് ഇളക്കി അടപ്പത്തൊന്ന് വെക്കുന്നുണ്ടേ. അപ്പോൾ കുറച്ച് പാലക് ചീര ഉണ്ടായിരുന്നു, അത് ഇത്തിരി പരിപ്പിട്ട് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ഇലവർഗ്ഗങ്ങളാകുമ്പം കഴി ഊപ്പാട് വരുമെന്നുള്ള അത് ഞാനിപ്പോൾ ഒന്ന് അതിൻ്റെ മൂട്ടിൽ ഇച്ചിരി വേരുണ്ട്, ആ വേരോടുകൂടി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇത്തിരി വിനാഗിരിയൊക്കെ ഇട്ട് ഒന്ന് ചരുവത്തിലിട്ട് വെക്കട്ടെ. അപ്പോൾ ഈ ചരുവമൊക്കെ എൻ്റെ പഴയ ചരുവ. ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒന്ന് കഴുകി വാരാനും അങ്ങനെയൊക്കെ ഉള്ളതിന് കളയുന്ന എന്തിനാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ ഇലവർഗ്ഗങ്ങളൊക്കെ കഴുകാമല്ലേ, ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ചീരയൊക്കെ കഴുകി വെള്ളം വാലാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരിയാന്ന് വെച്ച്, എന്നിട്ട് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ചെണ്ണ അരിയും കൂടെ ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പരിപ്പും പാലക്കൂടായിരുന്നു ഒരുമിച്ചിട്ടായിരുന്നു കുക്കറിൽ വിസിലടിച്ചെടുക്കുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചിട്ട് പാലക്കിന് അധികം വേവൊന്നുമില്ലല്ലോ, അതും സെപ്പറേറ്റ് വേവിക്കാമെന്ന് വെച്ച്. അപ്പം പരിപ്പൊന്ന് ഞാനൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ലതില്ലേ, തുവരപ്പരിപ്പിനേക്കാൾ നല്ലത് മറ്റേ പരിപ്പുണ്ടല്ലോ, നമ്മുടെ ഉഴുന്ന് പരിപ്പ് പോലുള്ള പരിപ്പ്, അത്. അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ പാലക്ക് ഞാനൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അതുകൂടെ പാലക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അതുകൂടെ ഒന്ന് ഇത് തോരൻ വയ്ക്കാനും നല്ല, തോരൻ വെച്ചാൽ ഒരു ഇച്ചിണി കാണും നമ്മുടെ ചീരത്തോരൻ വെക്കുന്ന പോലെ. ഇതൊക്കെ ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻ്റ് ഉള്ളതല്ലേ. അപ്പോൾ അതുകൂടെ ഒന്ന് അടപ്പത്ത് വെച്ച് വേവിക്കട്ടെ. അപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് എന്താണോ ഇട്ടത്, ആ പരിപ്പിനൊഴിച്ച വെള്ളം ഇത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചതാണ്, അതാ വെള്ളത്തിലോട്ട് എടുത്തിട്ടത്. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്.
ഞാനപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് ഉടച്ചിട്ട് വെന്ത പരിപ്പൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ചെടുത്ത് ആ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ച് ആ അരപ്പൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് അതൊന്ന് തിളക്കട്ടെ ഇനിയുമേ. ഈ കറിയും മീൻ മുളകിട്ട കറി ഉണ്ടാകും, ഞാൻ എന്നും വെക്കുന്നത് പോലുള്ള ആ കറിയും അതിൻ്റെ ചാറൊഴിച്ച് ഇത് കഴിക്കാൻ നല്ലതാണ്. അതിവിടെ പോളിന് ഇഷ്ടം ഇത്. അപ്പോൾ അവന് പ്രോൺസേ ഉള്ളൂ ഇഷ്ടപ്പെടാത്തത്. ഞാൻ ആവുന്നേം പറഞ്ഞിട്ട് അവർ ഇച്ചിരി ടേസ്റ്റ് നോക്ക്, അവനൊരു ഇച്ചിരി എടുത്ത് തിന്നപ്പോഴത്തേക്ക് നമ്മളിടാ നല്ലതാന്ന് പറഞ്ഞിട്ടും തോരൻ വെച്ചാൽ ചെയ്യുമെന്ന് നോക്കെന്ന് പറഞ്ഞിട്ടും അവനൊരു ഇത് വായി വെച്ചിട്ട് പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ പ്രോൺസ് തോരനൊക്കെ റെഡിയായി. അതിപ്പോൾ എത്ര സ്പൂൺ ഇട്ട് ഇളക്കിയാലും കുഴപ്പമില്ല. പ്രോൺസ് വേവുമ്പോൾ അങ്ങ് ചുരുങ്ങി ഇത്രയും കൂടെ അങ്ങ് ഹാർഡാവുമല്ലേ, അതുകൊണ്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇളക്കിയാലൊന്നും കുഴപ്പമില്ല, പേടിക്കണ്ട പൊടിയുമെന്നുള്ള. അപ്പം അന്ന് വെട്ടിയ ചൂര വെട്ടിയതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഞാൻ 2 പാർട്ടാക്കിയാണ് വെച്ചത്. അന്ന് അതിൻ്റെ തലയും പീസുകളും എടുത്ത് അതിൻ്റെ വാലുണ്ടല്ലോ, വാലുവശം ഇവിടെ പ്രീസനാണ് കഴിക്കുന്നത്, അവനാണ് അതിഷ്ടം. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ വാലും ബാക്കി കുറച്ച് കഷ്ണങ്ങളൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, മീൻ വെട്ടൊന്നും വേണ്ടല്ലോ, വെട്ടി ഇങ്ങനെ പീസാക്കി ഇരുന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പം പാലക്കറി ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇച്ചിരി ഈ മുളകുള്ള ചുമന്ന കറിയും കൂടെ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് ചേർത്ത് അതൊന്ന് അടപ്പത്ത് വെച്ചാൽ പിന്നെ അതുകൂടെ അങ്ങ് തിളച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ പരിപാടികളുണ്ടായിരുന്നു. എന്നും തുണി കഴുകൊക്കെ. ഇപ്പം മഴ ഇങ്ങനെ ചാറി നിൽക്കും. വെളിയിൽ നമുക്ക് ബാൽക്കണിയിൽ അല്ലേലും ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ബാൽക്കണിയിൽ നമുക്ക് തുണി ഇടാക്കത്തില്ല. ഇവന്മാർ പറയത്തുമില്ല എപ്പോഴാണ് മേളിലൊക്കെ പണി നടക്കുന്നുണ്ടെങ്കിൽ ആ സിമെൻറ്റിന് വെള്ളമൊക്കെ ഒഴിക്കുന്നുടനെ നമ്മുടെ തുണിയുടെ അവിടോട്ടൊക്കെ വീഴും. എന്നാന്നും മെസ്സേജേലും ഇടണ്ടേ, ഞങ്ങൾ ഇത് വെള്ളം ഒഴിക്കുന്നുണ്ട്, നിങ്ങൾ തുണികളുണ്ടെങ്കിൽ മാറ്റണമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബാൽക്കണി കഴുകി വെച്ച പാത്രങ്ങളും അവിടെ കിടന്ന തുണികളിൽ ചില തുണികളിലും എല്ലാം മേളിൽ നിന്ന് വലിയ ഫോഴ്സിൽ ഒരു മിഷ്യൻ വെച്ചാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ തേച്ച സിമെൻറ്റിന് വെള്ളം ഒഴിക്കത്തില്ലേ അത്. അപ്പോൾ എല്ലാം ഇങ്ങോട്ട് വന്നു. ഞാൻ അപ്പം ഞാൻ എൻ്റെ മുറിയിലെ ജനൽ അടച്ചില്ലായിരുന്നെങ്കിൽ അകത്തോട്ട് മൊത്തം വെള്ളം വന്നേനെയായിരുന്നു. അതുകൊണ്ട് വെളിയിലും തുണി ഇടാക്കത്തില്ല. അതുകൊണ്ട് തുണി ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളത്. നിങ്ങൾക്കൊരു സംശയം കേൾക്കണോ പ്രീസൻ്റെ? ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അവൻ ഇത് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ഈ മീൻ പറക്കി ഇടുന്ന കണ്ടാണ് അവൻ ചോദിക്കുക, അയ്യോ ഇങ്ങനെ പച്ചയ്ക്കാണോ ഇടുന്നത്, അതാദ്യം ഫ്രൈ ഒന്നും ചെയ്യത്തില്ലേ? ഞാൻ പറഞ്ഞു ഫ്രൈ ചെയ്യുന്നവരുണ്ട്, ഞാൻ പക്ഷേ ഫ്രൈ ചെയ്യാതെ കറി ആകുമ്പോൾ ഇതിൻ്റെ അകത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അയ്യോ അങ്ങനാണോ, അവൻ അറിയത്തില്ലായിരുന്നെന്ന്. അപ്പം ഞാൻ മീനും പറക്കിയിട്ട് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇച്ചിരി ക്ഷാമമായിപ്പോയി. ഇപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച്. ഇപ്പം 2 ദിവസം കൊണ്ട് ഞാൻ ഒഴിക്കുന്ന വെള്ളം ഇത്തിരി കൂടിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതിനി തിളച്ച് 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും അത് തിളച്ച് വരും. ഒരു ഇച്ചിരി കറിവേപ്പില എന്തോന്നില്ല ഇട്ടില്ലെങ്കിൽ ഒരു സംതൃപ്തിയില്ല. അപ്പം മീനൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പില ഇട്ട് മീൻ ഉച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.